പത്രോസിന്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 1 പത്രോസ് 3-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് പഠിക്കുന്നത്. ആദ്യം ഈ അധ്യായത്തിന്റെ 4 വിഭാഗങ്ങളെ പഠിക്കാം. സ്ട്രക്ചർ ഓഫ് ചാപ്റ്റർ 3. കഴിഞ്ഞ ക്ലാസ്സിൽ ഇവ നൽകിയിരുന്നു. ആദ്യത്തെ 2 വിഷയങ്ങളും പഠിച്ചിരുന്നു. അതിനാൽ ഒടുവിലത്തെ 2 വിഷയങ്ങളുടെ സംഗ്രഹം നമുക്ക് പരിശോധിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 13 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ ഘടനയും സംഗ്രഹവും. നീതിക്ക് വേണ്ടിയുള്ള കഷ്ടതകൾ അല്ലെങ്കിൽ നീതി നിമിത്തമുള്ള കഷ്ടതകൾ. 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. സഫറിംഗ് ഫോർ റൈച്ചസ്നെസ് സേക്ക്. നന്മ ചെയ്യുന്നതിൽ കഷ്ടതകൾ സഹിക്കാൻ പത്രോസ് വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. നന്മ ചെയ്യുന്നത് മൂലം വരുന്ന കഷ്ടതകളെ ഭയപ്പെടരുത്. ക്രിസ്തുവിന്റെ കഷ്ടതയുടെ പ്രതിഫലനമായി ഓരോരുവരും തങ്ങളുടെ സഹനങ്ങളെ സ്വീകരിക്കുവാൻ കഴിയണം. തിന്മ ചെയ്തിട്ടല്ല കഷ്ടത അനുഭവിക്കേണ്ടത്, നന്മ ചെയ്തിട്ടുള്ള കഷ്ടതയാണ് അനിവാര്യം എന്ന് പഠിപ്പിക്കുന്നു. ഇത്തരം സഹിഷ്ണുത ആത്മീയ ജീവിതത്തിലേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തുവിന്റെ മാതൃകയും പ്രഘോഷണവും 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ക്രൈസ്റ്റ് എക്സാമ്പിൾ ആൻഡ് പ്രൊക്ലമേഷൻ. മനുഷ്യരാശിയെ വീണ്ടെടുക്കാൻ നീതിമാനായ ക്രിസ്തു ഒരിക്കലായി മരിച്ചു, നീതികെട്ടവരെ രക്ഷിച്ചു. നോഹയുടെ കാലത്ത് ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച തടവിലുള്ള ആത്മാക്കളോട് ആത്മാവിൽ ചെന്ന് ക്രിസ്തു പ്രസംഗിച്ചു. യേശുവിന്റെ പുനരുത്ഥാനത്തിലൂടെയുള്ള രക്ഷയെ പ്രതീകപ്പെടുത്തുന്ന സ്നാനത്തിന്റെ പ്രാധാന്യവും ഈ ഭാഗം എടുത്തു കാണിക്കുന്നു. പുനരുത്ഥാനം മരണത്തിനും പാപത്തിനുമെതിരായ ക്രിസ്തുവിന്റെ വിജയം സ്ഥിരീകരിക്കുന്നു. ഇനി ഈ ഭാഗം ചോദ്യോത്തരങ്ങളിലൂടെ പഠിക്കാം. ആദ്യത്തെ ചോദ്യം പൂരിപ്പിക്കുക. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവർ ആകുന്നു എങ്കിൽ നിങ്ങൾക്ക് ഡാഷ് ചെയ്യുന്നവൻ ആർ? ഉത്തരം ദോഷം. 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. ചോദ്യം: വിശ്വാസികളിൽ ഭാഗ്യവാന്മാർ എന്ന് പത്രോസ് വിളിക്കുന്നത് ആരെയാണ്? ഉത്തരം നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരുന്നവരെ. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. കഷ്ടം എന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ദോഷം വന്നു ഭവിക്കുക എന്നതിനേക്കാൾ പീഡകരിൽ നിന്നുള്ള മരണശിക്ഷയുടെ ഭീകരതയാണ് പത്രോസ് അർത്ഥമാക്കുന്നത്. ഉദാഹരണമായി പത്രോസിന്റെ 1-ാം ലേഖനത്തിലെ ഈ വാക്യങ്ങൾ പരിശോധിക്കുക. ചോദ്യം: കഷ്ടതയുടെ കൊടും ഭീഷണത്തിങ്കൽ വിശ്വാസികൾക്കുള്ള പത്രോസിന്റെ ആശ്വാസ വാക്കുകൾ അല്ലെങ്കിൽ ഉപദേശം എന്ത്? ഉത്തരം ഭയപ്പെടുകയും കലങ്ങുകയുമരുത്. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ചോദ്യം: കഷ്ടതയുടെ ഭീഷണിയെങ്കിൽ ക്രിസ്തുവിനെ വിശ്വാസികൾ എങ്ങനെയാണ് വിശുദ്ധീകരിക്കേണ്ടത്? ഉത്തരം ഹൃദയത്തിൽ കർത്താവായി. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. വിശുദ്ധീകരിക്കുക എന്നാൽ ഒരുവൻ തന്റെ ജീവിതത്തിന്റെ കേന്ദ്രത്തിൽ ക്രിസ്തുവിനെ പ്രതിഷ്ഠിക്കുക. അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങളിൽ നിന്നും ആർക്കും ഈ കർത്താവിനെ എടുത്തു കളയുവാൻ കഴിയില്ല. കഷ്ടതയുടെ കൊടും ഭീഷണത്തിങ്കൽ വിശ്വാസികൾ ഭയപ്പെടാതെയും കലങ്ങാതെയും ഇരിക്കുകയും ചെയ്യും. ചോദ്യം: കഷ്ടതയുടെ കൊടും ഭീഷണത്തിങ്കൽ വിശ്വാസികൾ ഭയപ്പെടാതെയും കലങ്ങാതെയും ഇരിപ്പാൻ പത്രോസ് നൽകുന്ന ഉപദേശം എന്ത്? ഉത്തരം ക്രിസ്തുവിനെ അവരുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ചോദ്യം: പ്രതിവാദം പറവാൻ വിശ്വാസികൾ ഒരുങ്ങിയിരിക്കേണ്ടത് ഏതു കാര്യത്തിൽ? ഉത്തരം അവരുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന കാര്യത്തിൽ. 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ചോദ്യം: വിശ്വാസികളുടെ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്നവനോട് അവർ പ്രതിവാദം പറയേണ്ട രീതി എന്തായിരുന്നു? ഉത്തരം സൗമ്യതയും ഭയഭക്തിയും പൂണ്ട്. 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. ചോദ്യം: വിശ്വാസികളെക്കുറിച്ച് ദുഷിക്കുന്നവരുടെ പഴികൾ എന്തിനെക്കുറിച്ചായിരുന്നു? ഉത്തരം ക്രിസ്തുവിൽ ഉള്ള അവരുടെ നല്ല നടപ്പിനെക്കുറിച്ച്. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ചോദ്യം: ക്രിസ്തുവിലുള്ള വിശ്വാസികളുടെ നല്ല നടപ്പിനെ ദുഷിച്ച് പഴിച്ച് പറയുന്നവർ
സ്വയം ലജ്ജിച്ചു പോകേണ്ടതിന് വിശ്വാസികൾ എങ്ങനെയുള്ളവരാകണം? ഉത്തരം, നല്ല മനസാക്ഷിയുള്ളവരാകണം. 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. ചോദ്യം, കഷ്ടം സഹിക്കുന്നതിൽ വിശ്വാസികളിലുള്ള ദൈവഹിതം എന്താണ്? ഉത്തരം, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നത്. 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. ചോദ്യം, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ഇതിന് ഉദാഹരണമായി പത്രോസ് പറയുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം, ക്രിസ്തുവിനെ കുറിച്ച്. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ചോദ്യം, മനുഷ്യവർഗത്തിനു വേണ്ടി കഷ്ടത അനുഭവിച്ചത് ആര്? ഉത്തരം, ക്രിസ്തു. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ചോദ്യം, മനുഷ്യവർഗത്തിനു വേണ്ടി ക്രിസ്തു കഷ്ടത അനുഭവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം, ദൈവത്തോട് നമ്മെ അടുപ്പിക്കേണ്ടതിന്. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ചോദ്യം, മനുഷ്യവർഗത്തിനു വേണ്ടി കഷ്ടത അനുഭവിച്ച ക്രിസ്തുവിൽ പത്രോസ് കാണുന്ന പ്രത്യേകത എന്ത്? ഉത്തരം, നീതിമാൻ. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ചോദ്യം, നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് മുഖാന്തിരമായ ക്രിസ്തുവിന്റെ കഷ്ടത എന്ത് നിമിത്തം ഉണ്ടായി? ഉത്തരം, നീതികെട്ടവരുടെ പാപം നിമിത്തം. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ചോദ്യം, ക്രിസ്തു ജഡത്തിൽ ഏറ്റ ശിക്ഷ എന്തായിരുന്നു? ഉത്തരം, മരണശിക്ഷ. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ചോദ്യം, ജഡത്തിൽ മരണശിക്ഷ ഏറ്റ ക്രിസ്തു ജീവിക്കപ്പെട്ടത് എങ്ങനെ? ഉത്തരം, ആത്മാവിൽ. 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. ചോദ്യം, ക്രിസ്തു ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ട ശേഷം എവിടേക്ക് ചെന്നു? ഉത്തരം, നോഹയുടെ കാലത്ത് അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളുടെ അടുക്കലേക്ക്. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ചോദ്യം, തടവിലുള്ള ആത്മാക്കളുടെ ഏത് പാപപ്രവർത്തിയാണ് പത്രോസ് രേഖപ്പെടുത്തുന്നത്? ഉത്തരം, അനുസരണക്കേട്. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ചോദ്യം, ദൈവം പണ്ട് ദീർഘക്ഷമയോടെ കാത്തിരുന്നുവെന്ന് പത്രോസ് പറയുന്ന സംഭവം എന്ത്? ഉത്തരം, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന കാലത്തെ സംഭവം. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ചോദ്യം, തടവിലുള്ള ആത്മാക്കൾ ആരായിരുന്നു? ഉത്തരം, പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവർ. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ചോദ്യം, ആത്മാവിൽ ജീവിപ്പിക്കപ്പെട്ട ശേഷം ക്രിസ്തു എന്ത് പ്രവൃത്തി ചെയ്തുവെന്നാണ് പത്രോസ് പറയുന്നത്? ഉത്തരം, ദൈവം നോഹയുടെ കാലത്ത് ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം. ശിക്ഷയും രക്ഷയും അടങ്ങുന്ന സുവിശേഷം ക്രിസ്തു അറിയിച്ചു. തിന്മ ചെയ്തവർ ശിക്ഷയ്ക്കും നന്മ ചെയ്തവർ രക്ഷയ്ക്കായും ഉയർത്തെഴുന്നേൽക്കും. ഇവിടെ തടവിലുള്ളവർ അനുസരണം കെട്ടവരാകയാൽ ശിക്ഷാവിധിയെക്കുറിച്ച് പ്രസംഗിച്ചു എന്ന് കരുതാം. ചോദ്യം, വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചവർ ആര്? ഉത്തരം, നോഹയുടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നവർ. 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ചോദ്യം, നോഹയുടെ പെട്ടകത്തിൽ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചവർ ആകെ എത്ര? ഉത്തരം, 8 പേർ രക്ഷ പ്രാപിച്ചു. 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ചോദ്യം, നോഹയുടെ പെട്ടകത്തിൽ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചത് 8 പേർ എന്നതിന് പകരം പറയാവുന്ന ഒരു ഉത്തരം എന്ത്? ഉത്തരം, അല്പജനം. 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. ചോദ്യം, 1 പത്രോസ് 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ സ്നാനത്തിന് ഒരു മുൻകുറിയായി പത്രോസ് പറയുന്ന സംഭവം എന്ത്? ഉത്തരം, നോഹയുടെ പെട്ടകത്തിൽ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചത്. 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ. ചോദ്യം, പത്രോസ് സ്നാനത്തിന് നൽകുന്ന വ്യാഖ്യാനം എന്ത്? ഉത്തരം, സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ.
യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. ചോദ്യം: യേശുക്രിസ്തു തന്റെ പുനരുത്ഥാനത്തിന് ശേഷം എവിടേക്ക് പോയി, എവിടെ ഇരിക്കുന്നു? ഉത്തരം: സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഒടുവിലത്തെ ചോദ്യം: 1 പത്രോസിൽ കീഴടങ്ങിയിരിപ്പീൻ അല്ലെങ്കിൽ കീഴടങ്ങുവീൻ എന്ന സന്ദേശം ആർക്കെല്ലാമാണ് നൽകുന്നത്? ഉത്തരം: 1 പ്രവാസികളും പരദേശികളുമായവർക്ക്, 2-ാം അധ്യായം 11, 13, 14 വാക്യങ്ങൾ. 2 വേലക്കാർക്ക്, 2:18. 3 ഭാര്യമാർക്ക്, 3:1-5 വാക്യങ്ങൾ. 4 ഇളയവർക്ക്, 5 5-ാമത്തെ വാക്യം. 5 എല്ലാവർക്കും തമ്മിലും, 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. പങ്കെടുത്ത എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.